ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കിനി റാവുത്തർ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഞാൻ ഒരൊറ്റ ഗ്ലാസ് ബിരിയാണി അരി വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ 1/4 കിലോഗ്രാം ആണ് അതിൻ്റെ അളവ് വരുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കുക്കറാണ് ഞാൻ അതിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് പൊട്ടി വരണം കേട്ടോ. അതിലോട്ട് ഞാൻ പച്ചമുളക് ഒരെണ്ണം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കിലോൻ്റെ അളവാണ് കേട്ടോ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിലേക്ക് സവാള ഒരൊറ്റ സവാള മാത്രമാണ് എടുക്കുന്നത്. ഒരു വലിയ സവാള എടുത്തിട്ട് നീളത്തിൽ കനം കുറച്ചിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സവാള നന്നായി വഴറ്റിയെടുത്താലാണ് അതിൻ്റെ ടേസ്റ്റും കളറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബിരിയാണിയിൽ പ്രത്യേകതയായിട്ട് ചേർക്കണത് എന്താ വെച്ചാൽ ചെറിയുള്ളി നമ്മൾ അരച്ചിട്ട് ചേർക്കലുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തരുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ഒരു 1/4 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 50 ഗ്രാം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ചെറുള്ളി. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 ഗ്ലാസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അളവില്ല കേട്ടോ, ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ മല്ലിയിൽ കുറച്ച് പുതിന കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി 1/4 ടീസ്പൂൺ. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് അത് വഴറ്റിയെടുക്കട്ടെ, അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. പിന്നെ ഇതിലോട്ട് ഒരു വലിയ സൈസ് തക്കാളി ഒരെണ്ണമാണ് കേട്ടോ ചെറുതായി നുറുക്കിയതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വരുന്നുണ്ട്, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തണ പോലെ ആക്കിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/4 കിലോ ഉണ്ടാവും കേട്ടോ ചിക്കന്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല എല്ലാ ഭാഗത്തും എത്തണ പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 1/4 കപ്പ് തൈരും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചിക്കനൊക്കെ സോഫ്റ്റ് ആയിട്ട് വേഗം. ഇത് കുക്കറിൽ ഉണ്ടാക്കണതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് പണി തീരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഒരു വിസിൽ വിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കന്. നമ്മൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഇതിൽ ഒഴിക്കണത്. പച്ചവെള്ളമല്ല, കുറച്ച് ചൂടാക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതും കൂടെ ഇട്ടിട്ട് നന്നായി തിളച്ച് വരണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അരി ചേർക്കാൻ. അപ്പോൾ നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഒരു നാരങ്ങേൻ്റെ പകുതി ഇതിൽ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നല്ല തിളച്ച ശേഷം അരി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ചേർക്കാൻ പറ്റില്ല കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് കൂടിക്കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അളവ് നോക്കിയിട്ട് ചേർത്താൽ മതി. ബിരിയാണിക്ക് ഒരിത്തിരി ഉപ്പ് കൂടുതലായിരിക്കണം നമ്മൾ വെള്ളത്തിന് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് അരി ഇടുമ്പോൾ കറക്റ്റ് ആവുക. എന്നിട്ട് വെള്ളം തിളച്ച ശേഷം ഞാൻ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. നന്നായിട്ട് തിളച്ചിട്ട് വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ ദമ്മിടുക കേട്ടോ. ഒരു പഴയ ദോശക്കല്ല് താഴെ വെച്ചിട്ട് അതിൻ്റെ മേലെ കുക്കർ വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ റാവുത്തർ ചിക്കൻ ബിരിയാണി റെഡി ആവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗീയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നെയ്യും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ വിസിലൊന്നും ഇടാതെയാണ് കേട്ടോ കുക്കറുടെ മൂടി ഇട്ടിട്ട് ഞാൻ ദമ്മിടാൻ പോണത്. അപ്പോൾ നമുക്ക് ഒരു വിസിലൊന്നും അടുപ്പിക്കൊന്നും വേണ്ട. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചിട്ടാണ് ഞാൻ കുക്കർ അടച്ച് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് പഴയൊരു ദോശക്കല്ല് അടിയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞാൽ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ റാവുത്തർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി റെഡി ആവും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബിരിയാണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം ഇട്ടുണ്ടാവുക. അപ്പോൾ ഈ ബിരിയാണി കഴിച്ചവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് ഒരു കട്ടയൊന്നും പിടിക്കാതെ കുഴഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അരി ഒന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നമ്മൾ ചോറ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ബിരിയാണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും